മീനച്ചൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായി. വീണ്ടും വിവാദ പരാമർശവുമായി പി.സി. ജോർജ്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വിവാദ പ്രസംഗവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. മീനച്ചൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെയാണ് ഈ ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടമായത്. അതിൽ 41 എണ്ണത്തെ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഇതിന്റെ വേദനിക്കുന്ന അനുഭവങ്ങൾ തനിക്കറിയാമെന്നും പി.സി. ജോർജ് പറഞ്ഞു. ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ 24 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു വിവാദ പ്രസ്താവന. പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് പറയാനുള്ളത്, സാറന്മാർ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ പേടിപ്പിച്ചാലൊന്നും നടക്കൂല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ ചർച്ച ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദും. ക്രിസ്ത്യാനികൾ 24 വയസ്സിനു മുമ്പേ പെൺകുട്ടികളെ വിവാഹം ചെയ്തു വിടണം. മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നില്ല. എന്താ കാര്യം? 18 വയസ്സാകുമ്പോഴേ അവരെ കെട്ടിച്ചുവിടും. ക്രിസ്ത്യാനികൾ വല്ല ജോലിയുമുണ്ടെങ്കിൽ 28 വയസ്സായാലും കെട്ടിക്കില്ല. ശമ്പളം ഇങ്ങ് പോരട്ടെ, ഊറ്റിയെടുക്കാവല്ലോ എന്ന വിചാരത്തിലാണ്. അതാണ് പ്രശ്നം. ഇന്നലെയും ഒരു കൊച്ചു പോയി. വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്. 25 വയസ്സ് വരെ ആ പെൺകൊച്ചിനെ പിടിച്ചുവെച്ച അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്താ ആ പെൺകൊച്ചിനെ കെട്ടിക്കാതിരുന്നേ? നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. എന്നാൽ അതുമാത്രമാണോ കേരളത്തിന്റെ പ്രശ്നം? ഈരാറ്റുപേട്ട നടക്കൽ എന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുമ്പ് കുറുവിലങ്ങാട് പള്ളിയിൽ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു. ആയിരങ്ങളാണ് അരമനയിലേക്ക് ആക്രമിക്കാനായി വന്നതെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ക്രൈസ്തവ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നിർബന്ധമാക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാകണം. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. കുട്ടികൾ അന്ന് തന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കണം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സൗമനസ്യം കാണിക്കുക. ഇത്തരം ചർച്ചയ്ക്കിടെ മദ്യത്തിന്റെ ആസക്തി മൂലമുണ്ടാകുന്ന അപകടം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കുടുംബങ്ങളിലൂടെ വേണം ബോധവൽക്കരണം നടത്തേണ്ടതെന്നും പി.സി. ജോർജ് പറഞ്ഞു.